ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്. BA പൊളിറ്റിക്കൽ സയൻസിലെ നമ്മുടെ മറ്റൊരു വിഷയമാണ് ഡെവലപ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ. ഇതൊരു എലക്റ്റീവ് പേപ്പറാണ്. നമുക്ക് ഒരുപാട് ചോയ്സ് ഉണ്ടായിരുന്നു, 2-3 ചോയ്സുകൾ ഉണ്ടായിരുന്നു. അതിൽ നിന്നൊന്നും എടുത്താൽ മതി. ഇപ്പോൾ കുറേ കുട്ടികൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഹ്യൂമനിസം എടുത്തുകൂടായിരുന്നോ, അതും കൂടെ അല്ലേ ഒന്നുകൂടെ എളുപ്പം. അങ്ങനെയല്ല, ഡെവലപ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ തന്നെയാണ് എളുപ്പം. അത് എളുപ്പം എന്ന് പറയാൻ കാരണം ഒരുപാട് കാരണങ്ങളുണ്ട്. ഡെവലപ്മെന്റ് അഡ്മിനിസ്ട്രേഷന്റെ മെറ്റീരിയൽ നമുക്ക് അവൈലബിൾ ആണ്, എന്തൊക്കെയാണ് ഇതിനകത്ത് പഠിക്കാനുള്ളത് എന്നുള്ള അവൈലബിൾ ആണ്. പിന്നെ മാത്രമല്ല, നമുക്ക് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളൊരു വിഷയം നമ്മൾ പഠിക്കണോണ്ട് തന്നെ അതിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു പേപ്പറാണ് ഡെവലപ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ. ഇപ്പോൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ പൊതുഭരണത്തെ കുറിച്ചുള്ള പഠനമാണ്. അതിൽ തന്നെ നമ്മൾ ഒരു മൊഡ്യൂൾ ഡെവലപ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് ഡെവലപ്മെന്റ് അഡ്മിനിസ്ട്രേഷനുമായിട്ടൊരു ബന്ധമുണ്ട്. ഏത് വികസന ഭരണമാണ്. അപ്പൊ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് പൊതുഭരണമാണെങ്കിൽ ഒരു രാജ്യം, പ്രത്യേകിച്ച് വികസ്വര രാജ്യങ്ങൾ എങ്ങനെ വികസനം കൊണ്ടുവരാം എന്നുള്ള ഭരണമാണ് ഡെവലപ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് രണ്ട് വിഷയങ്ങൾ തമ്മിൽ ഒരു പരസ്പര ബന്ധമുണ്ട്. അത് മാത്രമല്ല, വികസനത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ഈ പഞ്ചായത്ത് രാജ് സംവിധാനങ്ങളെ കുറിച്ചൊക്കെ പഠിക്കണം. ഗ്രാസ് റൂട്ട് പൊളിറ്റിക്സ്, അതുപോലെ തന്നെ ഡീസെൻട്രലൈസേഷൻ, പഞ്ചായത്ത് രാജ് സംവിധാനങ്ങൾ, ഇത് നമ്മൾ മെത്തഡോളജിക്കകത്തുള്ള നമ്മുടെ അടുത്ത പേപ്പറായിട്ടുള്ള മെത്തഡോളജിയിൽ കേട്ടോ, ലോക്കൽ സെൽഫ് ഗവൺമെന്റുകളെ കുറിച്ച് പഠിക്കുന്ന പേപ്പർ ഉണ്ടല്ലോ, അതിനകത്തും പഠിക്കാനുണ്ട്. അപ്പൊ രണ്ട് വിഷയങ്ങൾ, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളൊരു വിഷയവും അതുപോലെ തന്നെ മെത്തഡോളജി എന്ന് പറയുന്ന നമ്മുടെ മറ്റൊരു വിഷയത്തിന്റെയും അറിവുകൾ നമുക്ക് ഇവിടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്യാം, ഈ പഠനം കേട്ടോ, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഡെവലപ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള ഒരു വിഷയം നമുക്ക് എളുപ്പത്തിൽ പഠിച്ചെടുക്കാം. അതുകൊണ്ടും കൂടെയാണ് ഞാൻ എന്ത് പറഞ്ഞത്, ഡെവലപ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി. ഇതിന്റെ വാക്ക് കേൾക്കാണ്ട് ചില ആളുകളൊക്കെ പോയി കണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഹ്യൂമൻ റൈറ്റ്സ് പോയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ അവർക്ക് എന്ത് ചെയ്യേണ്ടി വരും, അതൊരു വേറെ വിഷയമായിട്ട് ഒരു ബന്ധമില്ലാത്ത, നമ്മളിപ്പോൾ മുമ്പൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ കൂടിയിട്ട് അത് വേറെ വിഷയമായിട്ട് പഠിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഉപകാരമുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പൊ നമുക്കിതിനകത്തും പ്രധാനമായിട്ടും 5 മൊഡ്യൂളുകളാണ് വരാനുള്ളത്. കഴിഞ്ഞ വർഷത്തെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. മറ്റു വിഷയങ്ങളിൽ നിന്ന് ഡെവലപ്മെന്റ് അഡ്മിനിസ്ട്രേഷന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 60 മാർക്കിനാണ് കേട്ടോ. മറ്റതെല്ലാം 80 മാർക്കിനാണ് ചോദ്യം വരിക. ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, സീലിംഗ് വെച്ചിട്ട് 2 എഴുതാം, പക്ഷേ എസ് നിങ്ങൾ 1 എഴുതിയാൽ മതി കേട്ടോ. ആൻസർ എനി 1 എന്നാണ്. ഒരു എസ് ഉണ്ടാവുള്ളൂ, ഒരു എസ്സേക്ക് 11 മാർക്ക് കേട്ടോ. അപ്പോൾ 60 മാർക്കിനായിരിക്കും നിങ്ങളുടെ എക്സാം എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം, മറക്കണം. 2 hours 2 മണിക്കൂറായിരിക്കും. പിന്നെ അതുപോലെ തന്നെ MCQ നമുക്ക് അതിനകത്ത് 15 എണ്ണം എഴുതിയാൽ മതി. 15 എണ്ണമാണ് MCQ ഉണ്ടാവുക, മറ്റത് 20 എണ്ണാക്കാരം. അപ്പോൾ അങ്ങനത്തെ കുറേ മാറ്റങ്ങളുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് സിലബസ് ഒക്കെ വെച്ചിട്ട് മുന്നേയുള്ള ഡെമോ ക്ലാസ്സുകളൊക്കെ ചെയ്ത പോലെ തന്നെയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സും ഡെമോ ക്ലാസ്സിലൊക്കെ പറഞ്ഞ പോലെ തന്നെയാണ് നമുക്ക് ഇതിനകത്തും പറയാനുള്ളത്. ഫസ്റ്റ് മൊഡ്യൂളിനകത്ത് കോൺസെപ്റ്റ്, മീനിങ്, സ്കോപ്പ് ആൻഡ് ഇമ്പോർട്ടൻസ്, അതാണ് എസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. അല്ലേ, എസ് സാധാരണ ചോദിക്കാറുള്ളത് അല്ല, എവല്യൂഷൻ ആൻഡ് സ്കോപ്പ് ഓഫ് ഡെവലപ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. എവല്യൂഷനും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ 2 ചാപ്റ്ററുകൾ, അല്ലെങ്കിൽ ഞാൻ 3ാമത്തെ ക്ലാസ്സും 4ാമത്തെ ക്ലാസ്സും, അതായത് ഞാൻ ഇത് 3 ക്ലാസ് ആയിട്ട് എടുത്തുള്ളത്. കോൺസെപ്റ്റും മീനിങ് ഒരു ക്ലാസ്സും, സ്കോപ്പ് ഇമ്പോർട്ടൻസും 2ാമത്തെ ക്ലാസ്സും, എവല്യൂഷൻ 3ാമത്തെ ക്ലാസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ 2ാമത്തെയും 3ാമത്തെയും ക്ലാസ്സിൽ വരുന്നതാണ് എസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അതുപോലെ തന്നെ അപ്പോൾ എവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡെവലപ്മെന്റ് അഡ്മിനിസ്ട്രേഷനിലെ കോൺസെപ്റ്റ് എങ്ങനെയാണ് ഉണ്ടായത്, വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ അതെങ്ങനെ, പിന്നെ പഴയ കാലഘട്ടങ്ങളിൽ എങ്ങനെയാണ്, മധ്യകാലഘട്ടത്തിൽ എങ്ങനെയാണ്, ഇപ്പം എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ. പിന്നെ ഡെവലപ്മെന്റ് അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് വിവിധ തിയറികളാണ്. ഇപ്പോൾ നമുക്കറിയാം, മുതലാളിത്തമാണ് ക്യാപിറ്റലിസം, സോഷ്യലിസം മിക്സഡ്, ഇന്ത്യയിലേക്കുള്ളതാണ് മിക്സഡ്, ഗാന്ധിയൻ മെത്തേഡിൽ. ഇത് ഓരോരുത്തരും വികസനം എന്നതുകൊണ്ട് ഇപ്പോൾ മുതലാളിമാർ ആഗ്രഹിക്കുന്നതല്ല സോഷ്യലിസ്റ്റ് ആഗ്രഹിക്കുന്നത്, സോഷ്യലിസ്റ്റും മുതലാളിമാരും ആഗ്രഹിക്കുന്നതല്ല മിക്സഡ് എക്കോണമിയിൽ ആഗ്രഹിക്കുന്നത്, ഗാന്ധിയൻ രീതിയിലെ വികസനവും അതല്ല. അപ്പോൾ ഓരോരുത്തർക്കും വികസനത്തെക്കുറിച്ചുള്ള വ്യത്യസ്ത കാഴ്ചപ്പാടുകളുള്ളത്. അപ്പോൾ ആ കാഴ്ചപ്പാടുകൾ 4 കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണെന്നുള്ളത്. പിന്നെ മൊഡ്യൂൾ 3 കഴിഞ്ഞാൽ ഡെവലപ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ ഇൻ ഇന്ത്യയിലുള്ള ഡെവലപ്മെന്റ് അഡ്മിനിസ്ട്രേഷനാണ്. അതിൽ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര, സംസ്ഥാന, പ്രാദേശിക ഭരണകൂടങ്ങൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളതും, അതുപോലെ തന്നെ സോഷ്യൽ ഓഡിറ്റിങ്, ഗവൺമെന്റ് ചെലവാക്കുന്ന പൈസ മുഴുവനും ഗവൺമെന്റ് ജനങ്ങൾക്ക് വേണ്ടി ചെലവാക്കിക്കണോ എന്നുള്ളത് ജനങ്ങൾ പരിശോധിക്കും. അതിനാണ് സോഷ്യൽ ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. നമുക്കങ്ങനെ പരാതികൾ ഉണ്ടെങ്കിൽ പരാതികൾ നമുക്ക് എന്ത് ചെയ്യാം, ഗ്രീവിയൻസ് റിഡ്രസൽ സെല്ലിൽ നമുക്ക് കൊണ്ടുപോയിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ എന്തെങ്കിലും അഴിമതിയോ മറ്റോ കാണിച്ചു കഴിഞ്ഞാൽ അത് അന്വേഷിക്കാനുള്ള ആളാണ് ഓംബുഡ്സ്മാൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത്തരത്തിൽ അഴിമതികളൊക്കെ ഇല്ലാതെയാക്കാൻ വേണ്ടി കൊണ്ടുവന്നുള്ള ഈ ഗവേണൻസ് സിസ്റ്റത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ മൊഡ്യൂൾ 4 വന്നു കഴിഞ്ഞാൽ ഈ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലേ, നമ്മൾ വികസനത്തിലേക്കാണ് മുന്നേറുന്നതെന്ന് പറയുമ്പോഴും പല പ്രശ്നങ്ങളും നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട്. ദാരിദ്ര്യം, അസമത്വം, പ്രാദേശിക അല്ലേ, അതായത് പ്രാദേശിക ഡിസ്പാരിറ്റി അല്ലെങ്കിൽ റീജിയണൽ ഡിസ്പാരിറ്റി എന്ന് പറഞ്ഞാൽ ചിലടത്ത് വികസനം ഉണ്ടാവുക, ചിലടത്ത് വികസനം ഇല്ലാതിരിക്കുക. അതുപോലെ തന്നെ ഗ്രാമങ്ങളിലുള്ള വർഗ്ഗഘടന അല്ലെ, ചിലർക്ക് സ്വത്ത് ഉണ്ടാവും, ചിലർക്ക് സ്വത്ത് ഉണ്ടാവില്ല. പിന്നെ ജെൻഡറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ.
ഏറ്റവും അവസാനത്തിൽ മൊഡ്യൂൾ 5 വന്നു കഴിഞ്ഞാൽ പൊളിറ്റിക്സ് അഡ്മിനിസ്ട്രേറ്റീവ് ഇന്റർഫേസ്, അതായത് നമ്മുടെ ഭരണം എന്ന് പറയുന്നത് ശരിക്ക് രണ്ട് കാര്യങ്ങൾ കൂടിച്ചേർന്നതാണ്, ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും. അപ്പൊ ഈ ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും തമ്മിലുള്ള ഇന്റർ റിലേഷൻഷിപ്പ് എന്താണ്? അതുപോലെ തന്നെ ഗ്രാസ് റൂട്ട് ലെവൽ ഓഫ് പൊളിറ്റിക്സ് അല്ലെ, പ്രാദേശിക സർക്കാരുകൾ ഉണ്ടല്ലോ, അപ്പൊ നമ്മളെ പഞ്ചായത്ത് രാജ് സംവിധാനങ്ങൾ, അതൊക്കെ എന്താണ്? അതിൽ തന്നെ ഡീസെൻട്രലൈസേഷനെ കുറിച്ച് നമുക്ക് പഠിക്കാണ്. അധികാര വികേന്ദ്രീകരണം, അധികാരം താഴെ തട്ടിലേക്ക് വിഭജിച്ച് നൽകണ അധികാര വികേന്ദ്രീകരണം. അതിൽ പഞ്ചായത്ത് രാജ് സംവിധാനങ്ങളെ കുറിച്ച്, അതായത് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് എന്ന പഞ്ചായത്ത് സംവിധാനം ഉണ്ടല്ലോ, ആ പഞ്ചായത്തുകളൊക്കെ വന്നത് 73-ാമത്തെയും 74-ാമത്തെയും ഭരണഘടനാ ഭേദഗതിയിലാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഈ ഒരു മൊഡ്യൂള് ഡിസ്കസ് ചെയ്യുക അല്ലെങ്കിൽ ഈ ഒരു സിലബസ് ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്താണ്, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മെത്തഡോളജിയുടെ പേപ്പറിൽ നിന്നൊക്കെ വിവരങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാവുന്ന ഒരു പേപ്പറാണ് ഈ ഒരു വിഷയം എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ അതിൻ്റെ നോട്ട്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ. വികസന ഭരണം എന്നത് 1950-കളിൽ ഉടലെടുത്ത ഒരു ആശയമാണ്. അന്ന് വരെ അത് ഉണ്ടായിരുന്നില്ല. അന്ന് വരെ അല്ലെ നിയമം നടപ്പിലാക്കുക എന്നുള്ളൊരു ഭരണം മാത്രമായിരുന്നു അല്ലെ, ആളുകൾക്ക് ആവശ്യമായ കാര്യങ്ങൾ കൊടുക്കുക, നിയമം നടപ്പിലാക്കുക അല്ലെ, അത് മാത്രമായിരുന്നു. എന്നാൽ 1950-കൾക്ക് ശേഷം നമുക്ക് രണ്ടാം ലോകമായതിനു ശേഷം സ്വതന്ത്ര രാജ്യങ്ങൾ ഒരുപാട് അല്ലെ, പ്രത്യേകിച്ച് കോളനിവൽകൃതമായിട്ടുള്ള രാജ്യങ്ങളൊക്കെ സ്വതന്ത്രമാകുന്നു. അപ്പൊ അതിനൊക്കെ ശേഷം രാജ്യങ്ങൾ സ്വതന്ത്രമാകുമ്പോൾ അവരെല്ലാവരും സ്വന്തം രാജ്യം മെച്ചപ്പെടണമെന്ന് ആഗ്രഹിക്കുകയാണ്. അങ്ങനെയാണ് ഈ വികസന ഭരണം എന്നുള്ള കോൺസെപ്റ്റ് ഉണ്ടാകുന്നത് കേട്ടോ. രാഷ്ട്രത്തിന്റെ പുരോഗതിയിലും ആധുനികവൽക്കരണത്തിലും സർക്കാരിനും പൊതുഭരണ സംവിധാനങ്ങൾക്കും പുതിയൊരു പങ്ക് വഹിക്കാനുണ്ട് എന്ന തിരിച്ചറിവാണ് ഇതിന് പിന്നിൽ. അഥവാ അതുവരെ വെറുതെ നിയമം നടപ്പിലാക്കുന്ന ഒരു സംവിധാനം മാത്രമായിട്ട് ഭരണം മാറിയിരുന്നു, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ മാറിയിരുന്നു. എന്നാൽ അതിന്ന് മാറിയിട്ട് വെറും പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അല്ല, ഡെവലപ്മെന്റൽ അഡ്മിനിസ്ട്രേഷനാണ് വേണ്ടതെന്നുള്ള തിരിച്ചറിവുണ്ടാണ്. പഴയ കാലത്തെ ക്രമസമാധാന പാലനത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഭരണത്തിൽ നിന്ന് വ്യത്യസ്ത അല്ലെ മാറ്റത്തിനും പുതുമയ്ക്കുമാണ് വികസന ഭരണം പ്രാധാന്യം നൽകുന്നത്. അതായത് നിലവിലുള്ള അവസ്ഥയിൽ പുതുമ കൊണ്ടുവരിക, മാറ്റം കൊണ്ടുവരിക, രാജ്യത്തെ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് ഡെവലപ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ. അപ്പൊ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള വിഷയത്തിൽ നമുക്ക് മൊത്തത്തിൽ പൊതുഭരണം എങ്ങനെയാണ് പോകേണ്ടത്, എന്തൊക്കെയാണ് പൊതുഭരണത്തിന് ആവശ്യമായ കാര്യങ്ങൾ എന്ന് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്തു പോകുള്ളൂ. എന്നാൽ ആ രാജ്യത്തെ മെച്ചപ്പെടുത്താൻ അല്ലെ ആ ഭരണത്തിൽ എന്തൊക്കെ കൊണ്ടുവരാൻ കഴിയും, അതാണ് നമ്മൾ ഡെവലപ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള പേപ്പറിൽ ഡിസ്കസ് ചെയ്യുന്നത്. മറിച്ച് ജനങ്ങളെയാണ് സേവിക്കേണ്ടത് എന്ന് തിരിച്ചറിയുക. അതായത് നിയമം അനുസരിക്കുക മാത്രമല്ല, ഉദ്യോഗസ്ഥർ സാമ്രാജ്യത്തെ അല്ല, മറിച്ച് ജനങ്ങളെയാണ് സേവിക്കേണ്ടത്. ഇപ്പൊ നമ്മുടെ പഞ്ചായത്ത് സെക്രട്ടറി ആണെങ്കിലൊക്കെ മേലുദ്യോഗസ്ഥന്മാരെ സേവിക്കാനല്ല, മറിച്ച് ജനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ കൊടുക്കാനാണ് പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും സംസ്ഥാനവും കേന്ദ്രവും ഒക്കെ ഉള്ളത് എന്നുള്ളതാണ് ഈ ഒരു കോൺസെപ്റ്റിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. 1950-കൾക്ക് ശേഷമാണ് ക്ഷേമരാഷ്ട്രം എന്നുള്ള കോൺസെപ്റ്റ് ഉണ്ടാകുന്നത്. എന്താണ് ക്ഷേമരാഷ്ട്രം? ജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കുക, നല്ല വിദ്യാഭ്യാസം കൊടുക്കുക, നല്ല ആരോഗ്യ സംരക്ഷണം കൊടുക്കുക, നല്ല അന്തരീക്ഷം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ കോൺസെപ്റ്റ് വന്നതോട് കൂടിയിട്ടാണ് ഈ വികസന ഭരണം എന്നുള്ളത് ഓരോ രാജ്യത്തിന്റെയും പ്രധാന ലക്ഷ്യമായിട്ട് മാറിയത്. വികസനത്തിന്റെ എഞ്ചിനായിട്ട് സർക്കാർ പ്രവർത്തിക്കും. സർക്കാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ 5 വർഷം കൂടുമ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആളുകളാണ് അല്ലെ, അവർ ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഭരണം നടപ്പിലാക്കുന്നത്. സാമ്പത്തിക ആസൂത്രണം നടത്തുക, വികസന പദ്ധതികൾ നടപ്പിലാക്കുക, വ്യാവസായിക വളർച്ച ഉറപ്പാക്കുക, അതുപോലെ തന്നെ ജനങ്ങൾക്ക് ആവശ്യമായ സാമൂഹിക സേവനങ്ങൾ എത്തിക്കുക അല്ലെ, റോഡ് അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇതൊക്കെ സർക്കാർ പൗരന്മാരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നു. വികസ്വര രാജ്യങ്ങൾ തങ്ങളുടെ നില മെച്ചപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഒരു ഭരണ രീതിയാണിത് കേട്ടോ. അപ്പോൾ ഡെവലപ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് വികസ്വര രാജ്യങ്ങൾ, ഏതാണ് വികസ്വര രാജ്യങ്ങൾ? ഡെവലപ്പിംഗ് രാജ്യങ്ങൾ, നമ്മളെ പോലുള്ള രാജ്യങ്ങൾ, അതായത് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ നമ്മൾ നമ്മുടെ മെച്ചപ്പെടലിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ രാജ്യം ഉയർത്താൻ വേണ്ടിയിട്ട് സാമൂഹികമായിട്ട് സാമ്പത്തികമായിട്ടൊക്കെ നമ്മുടെ രാജ്യത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഭരണ രീതിയാണ് എന്ത്, ഡെവലപ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു വിഷയമാണ് നമ്മളിവിടെ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ അതിൽ സ്കോപ്പ് ഉണ്ട്, സ്കോപ്പ് നമ്മൾ വേറെ ക്ലാസ് ആക്കിയിട്ട് ചെയ്തിരിക്കുകയാണ്. സ്കോപ്പ് ഓഫ് ഡെവലപ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ, അതിൽ പ്രധാനമായിട്ടും ഡെവലപ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ ഫോക്കസ് ചെയ്യുന്ന ഏരിയകൾ ഏതൊക്കെയാണ്, അതുപോലെ തന്നെ അതിൽ നമ്മൾ കഴിഞ്ഞ ഡി ഗൗലറ്റിൻ്റെത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ റിക്സിൻ്റെ നമ്മൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ ഡെമോ ക്ലാസ് കണ്ടാൽ നിങ്ങൾക്കറിയാം. ഡെമോ ക്ലാസ് അല്ല, ക്ലാസ് കേട്ടതിലുണ്ട് നമ്മൾ കേട്ടോ. ഇനിയിപ്പോൾ ഡെമോ ക്ലാസ് കാണാനൊന്നും പോകണ്ട, ക്ലാസ്സിൽ നമ്മൾ ക്ലാസ്സിൽ പറയുന്നുണ്ട് റിക്സിൻ്റെ തിയറി. ആ റിക്സിൻ്റെ തിയറി നമുക്ക് വെടിയും പഠിക്കാനുണ്ട്. റിക്സിൻ്റെ പ്രിസമാറ്റിക് മോഡൽ എന്ന് പറയുന്നത്, അതായത് ഒരു പ്രിസത്തിൻ്റെ ഉള്ളിലൂടെ പ്രകാശത്തെ കടത്തി വിടുമ്പോൾ ഒന്നിച്ചു വന്ന പ്രകാശം പിന്നെ വ്യത്യസ്ത പ്രകാശങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് നമ്മുടെ വികസ്വര രാജ്യങ്ങൾ. കാരണം നമ്മൾ വികസ്വര രാജ്യങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനും പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ആയിട്ടുണ്ടാവും. എന്നാൽ ഇത് കമാൻഡ് ചെയ്യുന്നത് ഒരാൾ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ
ഒരു വികസന രാജ്യവും വികസനമില്ലാത്ത രാജ്യവും തമ്മിൽ വ്യത്യാസം എന്താ പറയുക? വികസിച്ച രാജ്യങ്ങൾ ഉണ്ടാവില്ല, ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങൾ. അവിടെ ഓരോന്നിനും സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും അല്ലേ? ഇപ്പം എല്ലാം ഒരാളല്ല നോക്കുക, എല്ലാത്തിനും സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു വികസനം ഇല്ലാത്ത രാജ്യത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ എല്ലാം ഒരാളാ ചെയ്യുക അല്ലേ? ഒരു രാജാവ് അല്ലെങ്കിൽ ഒരാൾ മാത്രമാണ് എല്ലാ കാര്യവും കൺട്രോൾ ചെയ്യുക. എന്നാൽ ഇതിന്റെ രണ്ടിന്റെയും ഇടയിലാണ് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത്. അതായത് അല്ലേ, എല്ലാം അങ്ങോട്ട് സെപ്പറേറ്റ് ആക്കുകയും ചെയ്തിരിക്കണു, എന്നാൽ എല്ലാത്തിലും എല്ലാവരുടെയും കണ്ണുണ്ട് താനും കേട്ടോ. അത് ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരും. അതായത് അതാണ് വികസിത രാജ്യങ്ങളുടെ പ്രത്യേകത. ഒരു പ്രിസത്തിലൂടെ ലൈറ്റ് കടത്തി വിടുമ്പോൾ പ്രകാശം വരുന്നു ഒരേപോലെയാണ്. അതായത് പഴയ രീതിയാണ്, എല്ലാം ഒരാളാണ് ചെയ്യുന്നത്. പ്രിസത്തിന്റെ പുറത്തേക്ക് പോകുമ്പോൾ എന്താണ്, എല്ലാം സെപ്പറേറ്റ് ആണ്. ഓരോരുത്തരും അല്ലെ വികസിത രാജ്യങ്ങളിൽ ഓരോരുത്തരും ഓരോ മേഖല ഓരോരുത്തരെ കൈകാര്യം ചെയ്യുന്നത്. നമ്മളിതിന്റെ ഇടയിലാണ്. നമ്മളിതിന്റെ ഇടയിലായതുകൊണ്ട് തന്നെ ഈ ആദ്യത്തെ രീതിയുടെ പ്രത്യേകതകളും പുതിയ രീതിയുടെ പ്രത്യേകതകളും രണ്ടും നമ്മുടെ രാജ്യത്തുണ്ട്. അതാണ് റിക്സിന്റെ പ്രിസമാറ്റിക് മോഡൽ തിയറിയിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അതൊക്കെ പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് കേട്ടോ, ഇമ്പോർട്ടൻസും പഠിക്കണം. ഇമ്പോർട്ടൻസ് ഒക്കെ ഈ സ്കോപ്പിനകത്ത് എഴുതി വെക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലാസ്. എപ്പോഴും ഡെമോ ചെയ്തിട്ട് നമ്മൾ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് സിലബസ് ഒന്ന് പറഞ്ഞുതരാനാണ്. എന്താ ഈ ഒരു വിഷയത്തിനകത്ത് പഠിക്കാനുള്ളത്, എന്താണ് ഈ വിഷയത്തിന്റെ പ്രത്യേകത തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ മൊഡ്യൂളിന്റെ എണ്ണത്തിലൊന്നും കുറവില്ല, മാർക്കിൽ മാത്രമേ കുറവുള്ളൂ. 60 മാർക്കാണ്. എസ് എ 1 എഴുതിയാൽ മതി. അങ്ങനെയുള്ള കുറേ അല്ലേ. പിന്നെ അതുപോലെ തന്നെ ഷോർട്ട് എസ്സേയും അതുപോലെ തന്നെ എണ്ണം കുറവുണ്ട്. 2, 4, 6, 7 അല്ലേ, 7 എണ്ണാണ് കേട്ടോ. അതിൽ 5x5 ആണ്. പരമാവധി എല്ലാം എഴുതാൻ നോക്കുക, കാരണം സീലിംഗ് ആയതുകൊണ്ടേ കേട്ടോ. എവിടെയെങ്കിലും ഒരു മാർക്ക് കുറഞ്ഞാലും നമുക്കതവിടെ ഇവിടെ 12 ക്വസ്റ്റ്യനാണ്, മറ്റേത് 15 ക്വസ്റ്റ്യൻ ഉണ്ടാവാറുള്ളത് കേട്ടോ. ഓരോന്നിനും 2 മാർക്കാണ് അതിൽ കൊടുത്തിട്ടുണ്ട് എല്ലാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും കേട്ടോ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ തന്നെ സിലബസും ഒക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടുള്ളൊരു ക്ലാസ്സാണ്. അപ്പോൾ ആ ക്ലാസ്സിലേക്കാണ് നിങ്ങൾ ഓരോരുത്തരെയും ക്ഷണിക്കുന്നത്. ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ മെസ്സേജ് അയക്കേണ്ട നമ്പർ എന്ന് പറയുന്നത് 95 26 786 586. ഈ നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഡെവലപ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. മുമ്പ് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അധികം സമയമില്ല. അപ്പോൾ ഉള്ള സമയം കൊണ്ട് പെട്ടെന്ന് തന്നെ എല്ലാ വിഷയവും പഠിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവും. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ക്ലാസ്സിൽ ജോയിൻ ചെയ്യുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നത്. കാരണം ചെറിയ ഫീസുള്ളൂ, 250 രൂപയാണ് നമ്മുടെ വിഷയത്തിൻ്റെ ഫീസ് വരുന്നുള്ളൂ. അപ്പോൾ അത് നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാവില്ല കേട്ടോ. എല്ലാ വിഷയത്തിനും ഈ 250 രൂപയാണ് ഫീസ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും എല്ലാ വിഷയത്തിലും എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് ഡെവലപ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ്റെ ഡെമോ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവരും പെട്ടെന്ന് തന്നെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. ഓക്കെ.